തിരൂർ താഴെപ്പാടത്തുകാർ ഫുട്ബോളിനെ വരവേൽക്കാൻ തുടങ്ങിക്കഴിഞ്ഞു. അവരൊരുങ്ങിയിരിക്കുകയാണ്. എല്ലാ ടീമുകളുടെയും ഫ്ലക്സുകൾ അവിടെ ഉയർത്തി കഴിഞ്ഞു. കളി കാണാനുള്ള സ്ക്രീനും അവിടെ റെഡിയാക്കിയിട്ടുണ്ട്. നിഖിൽ പ്രമേശ്ശേരിയാണ്. വെരി ഗുഡ് മോർണിംഗ്. തിരൂർ താഴെപ്പാലത്താണ് ഞാനുള്ളത്. ഒരുപക്ഷെ ഫുട്ബോളിന്റെ ഈ ഒരു ആവേശ ചൂടിലേക്ക് മലയാളികൾ കടക്കുന്നതിന് ദിവസങ്ങൾക്ക് മുൻപ് തന്നെ, ഒരുപക്ഷെ ഏതാണ്ട് ഒരു മാസം മുൻപ് തന്നെ ഒരുങ്ങിയ, എല്ലാം കൊണ്ടും ഒരുങ്ങിയ ഒരു ഗ്രാമമാണ്, ഒരു അങ്ങാടിയാണ് ഈ താഴെപ്പാലം. ഇവിടെ വിവിധ ടീമുകളുടെ ഫ്ലക്സുകൾ നമുക്ക് കാണാൻ കഴിയും. ബ്രസീലിൻ്റെതുണ്ട്, പോർച്ചുഗലിൻ്റെ ഉണ്ട്, ഫ്രാൻസിൻ്റെതുണ്ട്. ഏറ്റവും വലുതൊരു പക്ഷേ അർജന്റീനയുടെ തന്നെയാണ്. ഒരുപക്ഷെ ഇവിടെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ളതും അർജന്റീനയ്ക്ക് തന്നെയാണ് എന്നുള്ളതാണ് നമുക്ക് നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ ഫ്ലക്സുകളൊക്കെ കാണുമ്പോൾ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും. ഇവിടെ വളരെ നേരത്തെ തന്നെ ഈ താരങ്ങളൊക്കെ തന്നെ താരങ്ങളുടെയൊക്കെ ഫ്ലക്സുകൾ ഇവിടെ സ്ഥാപിക്കുകയും ആരാധകർ വലിയ രീതിയിൽ ഒരുക്കങ്ങൾ നടത്തുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പോൾ അവരൊക്കെ ഇന്ന് തയ്യാറായി ഇവിടെ നിൽക്കുന്നുണ്ട്. ഇന്ന് രാത്രിയിൽ വളരെ ആവേശപൂർവ്വം കളി കാണുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് ഈ സംഘങ്ങൾ എല്ലാവരും. എന്താണ് ഇത്തവണത്തെ പ്രതീക്ഷ? ഇപ്രാവശ്യം അർജന്റീന മെസ്സിയെ സംബന്ധിച്ചിടത്തോളം ഒരു സമ്മർദ്ദമില്ല. അതാണ് ഏറ്റവും ഞങ്ങൾക്ക് കോൺഫിഡൻസ്. ബ്രസീൽ തൂക്കിയിരിക്കും. അതാണ് ബ്രസീൽ. മെസ്സിക്ക് സമ്മർദ്ദം ഉണ്ടാവില്ല. പക്ഷെ ഒരു പുതിയ തലമുറ വളർന്നു വരുന്നുണ്ട്. സ്പെയിൻ എന്ന് പറഞ്ഞ ടീം യമാല് ഇപ്രാവശ്യം കളിക്കണമെങ്കിൽ അത് സ്പെയിൻ എടുക്കും. അത് യാതൊരു സംശയമില്ല. നിങ്ങൾ എങ്ങനെയാ അവിടെ ഇരുന്ന് ഇപ്പൊ കളിപ്പം പൊളിച്ചൊക്കെ അല്ലേ മിക്കവാറും കളികൾ? എങ്ങനെയാണ് പ്ലാനിങ്? ഇവിടെ ഇതിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് കളി. അപ്പൊ എല്ലാരും കൂടെ ഒന്നിച്ച് കാണാനാണ്. നിങ്ങൾ ഏത് ടീമിനെ സപ്പോർട്ട് ചെയ്യണം? അർജന്റീന ഓഫ് കോഴ്സ്. ഞങ്ങൾ ഇപ്രാവശ്യം പോപ്കോൺ തിന്നുകൊണ്ട് അത്ര സിമ്പിൾ ആയിട്ടില്ല. ആർക്കുണ്ട് അങ്ങനത്തെ ഒരു ഫീല്? ഞങ്ങൾക്കല്ലാതെ കളിക്കാൻ വരുന്ന 48 രാജ്യങ്ങളിൽ പോപ്കോൺ നിന്ന് ഈസി ആയിട്ട് കളി കാണാൻ പറ്റുന്ന ഒരു ടീം ഉണ്ടെങ്കിൽ അത് അർജന്റീന ഉള്ളൂ. വേറെ ആർക്ക് കാണാൻ പറ്റും? ഈസി ആയിട്ട് ഈ വർഷം ഞങ്ങൾ തൂക്കിയിരിക്കും. അവസാന ആട്ടം, മെസ്സിന്റെ ആട്ടം അതങ്ങോട്ട് കണ്ടോളി. പോർച്ചുഗൽ റൊണാൾഡോ പ്രാവശ്യം കപ്പ് ഉയർത്തും എന്നുള്ളതാണ് അങ്ങയുടെ ഒരു പ്രതീക്ഷ. ഇവരൊക്കെ ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടാവട്ടെ, നല്ലതല്ലേ? നമ്മുടെ ആ ഫ്ലെക്സിൽ കാണുന്നുണ്ട് വന്നവരും നിന്നവരും ഒക്കെ ഒന്നായ സ്ഥിതിക്ക് നമ്മൾ തന്നെയാണ് വില്ലൻ. അതെ. താഴെപ്പാലം അങ്ങാടി എന്ന് പറയുമ്പോൾ വലിയ ആവേശം. നമുക്ക് കൊടിതോരണങ്ങൾ കാണാൻ പറ്റും, ഫ്ലെക്സുകൾ ഉണ്ട്. ഇവർ വളരെ നേരത്തെ തന്നെ ഇതൊക്കെ സ്ഥാപിച്ചിരുന്നു. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മലപ്പുറത്തിന്റെ വിവിധ തെരുവുകളിലേക്ക് നമ്മൾ പോകുമ്പോൾ അവിടെയൊക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് വലിയ ആവേശമാണ്. ഇപ്പോൾ ബ്രസീലിന്റെയും അർജന്റീനയുടെയും ഒക്കെ ഫ്ലക്സുകൾ, വലിയ ഫ്ലക്സുകൾ പലയിടത്തും നിരത്തിയതായിട്ട് നമ്മൾ കണ്ടു. 300 അടിയും 400 അടിയും ഒക്കെ ഉള്ള പോർച്ചുഗലിന്റെ ഫ്ലക്സ്, ഒരു പക്ഷേ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഫ്ലക്സ് സ്ഥാപിച്ചിട്ടുള്ളത് മലപ്പുറത്തെ പൊന്നാനിയിലാണ്. അങ്ങനെ മലപ്പുറത്തെ ഓരോ കുഞ്ഞ് അങ്ങാടികളിലേക്ക് നമുക്ക് പോകുമ്പോൾ അവിടെയൊക്കെ ഈ ഫുട്ബോളിന്റെ വലിയ ആവേശം ആരവം ഒക്കെ കാണാൻ കഴിയും. അത് ഇനി തുടർച്ചയായ ദിവസങ്ങളിൽ നമുക്ക് ഫൈനൽ മത്സരം എത്തുന്നത് വരെ നമുക്ക് കാണാനും കഴിയും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.